നാടിനടങ്കം നടുക്കിയ കൊലപാതകമായിരുന്നു തിരുവനന്തപുരത്തെ വെഞ്ഞാറമൂട് അഫാന്റെ കുടുംബത്തിൻ്റെത്. ഒരു 23-കാരനായ നിശബ്ദ സ്വഭാവമുള്ള അഫാൻ എങ്ങനെ ഇങ്ങനെയൊരു കൊലയാളി എന്ന സംശയത്തിലാണ് വെഞ്ഞാറമൂട് സ്വദേശികൾ. 13-കാരനടക്കം 5 പേരെ അതിക്രൂരമായി കൊലപ്പെടുത്തിയ അഫാന്റെ പേര് മറന്നു തുടങ്ങും മുൻപേ ഇനിയൊരു അഫാൻ ഉണ്ടാകുമോ എന്ന ഭയത്തിൽ പോലീസ് സ്റ്റേഷനിൽ അഭയം തേടിയെത്തിയിരിക്കുകയാണ് ഒരു മാതാവ്. ആ അമ്മയുടെ പേടി തന്റെ മകൻ മറ്റൊരു അഫാൻ ആകുമോ എന്നാണ്. സംഭവം ചേളന്നൂരാണ്. ലഹരിക്ക് അടിമയായ 25-കാരനായ മകനെ ഭയന്ന് അമ്മ എത്തിയത് കാക്കൂര് പോലീസ് സ്റ്റേഷനിലാണ്. മകൻ വീട്ടിൽ നിരന്തരം അക്രമം നടത്തുന്നുണ്ടെന്നായിരുന്നു അമ്മയുടെ പരാതി. മകനെ ലഹരി വിമുക്ത കേന്ദ്രത്തിലാക്കണമെന്നായിരുന്നു മാതാവിന്റെ ആവശ്യം. കഴിഞ്ഞ ദിവസം വീട്ടു സാധനങ്ങൾ അടിച്ചു തകർത്ത് അക്രമം നടത്തിയിരുന്നു. കത്തിയും സ്ക്രൂ ഡ്രൈവറും കയ്യിൽ കരുതിയാണ് അക്രമ സ്വഭാവം കാണിച്ചത്. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് പോലീസ് ഇവരുടെ വീട്ടിലുമെത്തി. ലഹരി വിമുക്ത കേന്ദ്രത്തിൽ മകനെ കൊണ്ടുപോകണമെന്ന മാതാവിന്റെ ആവശ്യവും പോലീസ് നടത്തിക്കൊടുത്തു. മകൻ മുൻപും അവിടെ ചികിത്സ തേടിയിരുന്നുവെന്നാണ് മാതാവ് പറഞ്ഞിരുന്നത്. കൗൺസിലിംഗിനെല്ലാം തന്നെ പങ്കെടുക്കാറുണ്ടായിരുന്നു. നിലവിൽ മദ്യപാനം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളാണുള്ളത്. അതുകൊണ്ട് തന്നെയും തന്റെ മകൻ മറ്റൊരു അഫാനായി മാറുമോ എന്ന ഭയമാണ് തന്നെ സ്റ്റേഷനിൽ എത്തിച്ചതെന്നാണ് മാതാവ് പറഞ്ഞത്. ആ അമ്മയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു. ഭർത്താവ് വിദേശത്താണ്. മകൻ പ്രണയിച്ച് വിവാഹം കഴിച്ചതാണ്. മകന്റെ ചെറിയ കുട്ടിയും 80 വയസ്സുള്ള എൻ്റെ ഉമ്മ അടക്കമുള്ളവരും വീട്ടിലുണ്ട്. ഇവരെല്ലാം ഭയന്നാണ് കഴിയുന്നത്. അക്രമം തുടങ്ങിയതോടെ തിരൂരിലെ ഒരു സ്ഥാപനത്തിൽ എത്തിച്ച് ലഹരി വിമുക്ത ചികിത്സ തേടി. അന്നു മുതൽ എന്നോട് ദേഷ്യമാണ്. കഴിഞ്ഞ 11 രാത്രി കത്തിയും കത്രികയും സ്ക്രൂ ഡ്രൈവറുമായി മകൻ കൊലവിളി നടത്തി. വീടിന്റെ ജനലുകൾ തല്ലിപ്പൊളിച്ചു. ബഹളം കേട്ട നാട്ടുകാർ കാക്കൂർ പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചു. സ്ഥലത്തെത്തിയ അവർ നോക്കി നിൽക്കുക മാത്രമാണ് ചെയ്തത്. രാത്രി 12 മണിയോടെ ഏതാനും സുഹൃത്തുക്കളെത്തി പോലീസിന്റെ കൺമുന്നിലൂടെ മകനെ വീട്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ടുപോയി. മകനെ പിടികൂടി ലഹരി വിമുക്ത കേന്ദ്രത്തിലാക്കണമെന്ന് ആവശ്യപ്പെട്ടു. പക്ഷേ ഞാനാണ് പ്രതി എന്ന നിലയിലാണ് പോലീസ് പെരുമാറിയത് എന്നാണ് ആ മാതാവ് പറഞ്ഞത്. അതേസമയം സംഭവത്തിൽ ഇടപെട്ടിട്ടില്ലെന്ന വാദം തെറ്റാണെന്ന് കാക്കൂർ പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. വിവരമറിഞ്ഞപ്പോൾ വീട്ടിൽ ചെന്ന് യുവാവിന്റെ ഉമ്മയോട് സംസാരിച്ചിരുന്നു. എന്നാൽ യുവാവിനെതിരെ കുടുംബം രേഖാമൂലം പരാതി നൽകിയില്ല എന്നാണ് പോലീസിന്റെ വാദം. പിറ്റേ ദിവസം യുവാവിനെ കാണാനില്ല എന്ന് പറഞ്ഞ് ഉമ്മ എത്തിയപ്പോൾ ലൊക്കേഷൻ കണ്ടെത്തി മകനോട് സംസാരിച്ചിരുന്നെന്നും വയനാട്ടിലേക്ക് ജോലിക്ക് പോയതാണെന്നും യുവാവ് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് മറ്റു നടപടികൾ എടുക്കാതിരുന്നതെന്നും പോലീസ് പറഞ്ഞിരുന്നു. വീട്ടിലെ മറ്റ് അംഗങ്ങളോട് സംസാരിച്ചപ്പോൾ യുവാവും മാതാവും തമ്മിൽ കുടുംബ പ്രശ്നങ്ങളുണ്ടെന്ന് മനസ്സിലായി. യുവാവിനെ ചികിത്സിക്കുന്ന തിരൂരിലെ ആശുപത്രിയിൽ എത്തിക്കണമെന്നുള്ളത് മാത്രമായിരുന്നു ഉമ്മയുടെ ആവശ്യവും. അത്തരത്തിൽ ഇടപെടാൻ പോലീസിന് പരിമിതിയുണ്ടായിരുന്നു. പരാതിയോ കേസോ ഇല്ലാത്തതിനാലാണ് ആ രീതിയിൽ പോലീസ് ഇടപെടാതിരുന്നതെന്നും വ്യക്തമാക്കി. ശേഷം ബുധനാഴ്ച രാവിലെ പോലീസ് മകനെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി കോഴിക്കോട് ഗവൺമെന്റ് മാനസിക ആരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റുകയും ചെയ്തു. അഫാൻ തന്റെ 13-കാരനായ സഹോദരനെ അടക്കം കൊലപ്പെടുത്തുമ്പോൾ ലഹരി ഉപയോഗിച്ചിരുന്നു. ലഹരിക്കടിമപ്പെട്ട് എത്രയേറെ പേരാണ് സ്വന്തം മക്കളെയും മാതാപിതാക്കളെയും സ്നേഹിച്ച പെൺകുട്ടിയെയും ഇല്ലാതാക്കുന്നത്. പലരും നാണക്കേട് കാരണം ലഹരിക്കടിമകളായ മക്കളെ മാനസിക ആരോഗ്യ കേന്ദ്രങ്ങളിലേക്ക് മാറ്റാൻ പോലും താല്പര്യം കാണിക്കുന്നില്ല. മാതാപിതാക്കളുടെ ഇത്തരം ഒരു അലംഭാവത്തിലൂടെയാണ് പല കുട്ടികളും ക്രിമിനലുകളായി വളരുന്നത്. അഫാൻ ചെയ്ത ക്രൂരതകളെ മുൻനിർത്തിയാണ് ചേളന്നൂരിലെ ആ അമ്മ പോലും പോലീസ് സ്റ്റേഷനിൽ അഭയം തേടിയത്. മകനെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരണമെന്ന ആഗ്രഹമാണ് ആ മാതാവിനിപ്പോൾ ഉള്ളത്.